ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ അനാലിസിസ് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ ആയിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളുമൊക്കെ എനിക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൺഡേ ഈവനിങ്ങിൽ നമുക്ക് മൺഡേയിലേക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും എനിക്ക് തരാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രാവലിങ്ങിലായിരുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസൺസ് കൊണ്ടാണ് ഞാൻ ഇന്നത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് തരാതിരുന്നത്. ഇന്ന് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് 1.3% ഒക്കെ നിഫ്റ്റിയും അതിനോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് 0.8% ബാങ്ക് നിഫ്റ്റിയും നമുക്ക് മൂവ്മെൻറ്റ് തന്നൊരു ഡേ ആണ്. വളരെ ബ്ലാസ്റ്റിംഗ് ആയിട്ട് ഒരു വൺ ഡയറക്ഷനായിട്ടൊരു ഡൗൺ സൈഡിലോട്ട് ഒരു മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഡേ ആയിരുന്നു ഇന്ന് എന്ന് പറയുന്നത്. ട്രേഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വിക്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 12.7 ഡെയിലി വിക്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല പമ്പായി നിൽക്കുന്നൊരു ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സൺഡേയിലേക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിഫ്റ്റിയിലേക്ക് നമ്മൾ ലാസ്റ്റ് മൺഡേയിലേക്ക് നമ്മൾ നോക്കിയിട്ടുള്ള ലെവൽസ് ഈ 3 ലെവൽസ് ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ തന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ലെവലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എൻട്രി മോഡൽസ് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഡേ ആയിരുന്നു അന്ന്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. ഇതൊരു മോർണിംഗ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു മോർണിംഗ് മൊമെൻ്റ് ആയിരുന്നു ഞാൻ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. നമുക്ക് എപ്പോഴും ഇങ്ങനൊരു മൂവ്സൊക്കെ നമ്മൾ ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന ഇടത്തായിരിക്കത്തില്ല നമ്മുടെ എൻട്രി കിട്ടുന്നത്. കാരണം നമുക്കൊരു ഫോളിംഗ് നൈഫ് എക്സാമ്പിളായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വീണുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഫോളിംഗ് നൈഫിനെ നമ്മൾ ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളോട്ട് പറ്റാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഓടുന്ന ബസ്സിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാടിക്കയറാനായിട്ട് നോക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്തത്. പക്ഷേ അത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സെറ്റപ്പാണ്. കൂടുതൽ ആൾക്കാരെ ഫെയിൽ ചെയ്യാനുള്ള റീസൺ ഉണ്ട്. പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എൻട്രി മോഡൽ ഇവിടെ ട്രിഗർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ എൻട്രി ചെയ്തത്. അല്ലാതെ നമ്മുടെ ലെവൽസിന് നമ്മൾ ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ എൻട്രി മോഡലിൽ നമുക്കവിടെ ട്രിഗർ ആയതുകൊണ്ട് നമ്മളവിടെ എൻട്രി എടുത്തത്. അപ്പോൾ നമുക്ക് വേറൊരു മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി തൊട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതും അതിനോടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ US30യും BTCയും ഗോൾഡും ഈ 3 ഇൻസ്ട്രുമെൻസിനെ ആയിരിക്കും നമ്മൾ ഇനി നമ്മുടെ ഈ ചാനലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫോക്കസ് ചെയ്യാം. നമുക്കില്ലെങ്കിൽ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് അതിനെ നമുക്ക് നമ്മുടെ മൈൻഡിലോട്ട് കീപ്പ് ചെയ്യാം. എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ചാനലിൽ നിൽക്കുന്ന കൂടുതൽ ആൾക്കാരും ഇൻട്രസ്റ്റഡ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് US30, ഡോ ജോൺസ്, അതിനോടൊപ്പം തന്നെ BTC, അതിനോടൊപ്പം തന്നെ ഗോൾഡ്. അപ്പോൾ ഇത് 3 ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. മോസ്റ്റ്ലി ഞാൻ കുറച്ച് നാളായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് US30 എന്ന് പറയുന്ന ഇൻഡെക്സ്. US30 എന്ന് പറഞ്ഞാൽ US മാർക്കറ്റിലെ ഇൻഡെക്സ് ആണ്. അതിനോടൊപ്പം തന്നെ BTCയും ഗോൾഡിൻ്റെയൊക്കെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ പഞ്ച് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാമിൽ നമ്മൾ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഇൻസ്ട്രുമെൻസിനെ ഇല്ലെങ്കിൽ ഈ ഒരു 3 ഇൻസ്ട്രുമെൻസിനെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിലെ ഒരു 2 ഇൻസ്ട്രുമെൻറ്റിലോട്ട് നമുക്ക് കുറച്ചും കൂടി ചുരുങ്ങി എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ ഇൻസ്ട്രുമെൻസിലും പോയിട്ട് നമ്മൾ ട്രേഡുകൾ പഞ്ച് ചെയ്യുന്ന കൂടുതൽ ഇൻസ്ട്രുമെൻസിലോട്ട് നമ്മൾ വൈഡായിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോസിലോട്ട് ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നിഫ്റ്റി ആയിരിക്കും. ബാങ്ക് നിഫ്റ്റി നമ്മൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ആ ഒരു നിഫ്റ്റിയിൽ നമുക്ക് നല്ലതായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് നിഫ്റ്റിയിലോട്ടുള്ള ലെവൽസിലോട്ട് കാര്യങ്ങളോട്ട് നമ്മൾ നോക്കും. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മളെപ്പോഴും നിഫ്റ്റിക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ചാനലിൽ ഇനിയുള്ള വീഡിയോസിൽ കൂടുതലും നമ്മൾ US30യും BTCയും ഗോൾഡും നോക്കും. നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് US30ക്കും ഗോൾഡിനും ആയിരിക്കും.
അതിനോടൊപ്പം തന്നെ നമ്മൾ BTCയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതായിട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളിലോട്ടും പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് നോക്കുന്ന നിഫ്റ്റിയിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ 25,282 എന്ന് പറഞ്ഞ ലെവൽ, നെക്സ്റ്റ് ലെവൽ 25,249 എന്ന് പറഞ്ഞ ലെവൽ, അതിനോടൊപ്പം തന്നെ 25,196 എന്ന് പറഞ്ഞ ലെവലാണ്. ഈ ഒരു 3 ലെവൽസാണ് ഞാൻ നാളത്തേക്ക് നിഫ്റ്റിയിലേക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നാളത്തേക്ക് നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കുറച്ച് വൈഡ് ആക്കിയാണ് ലെവൽസിനെ വെച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു ലെവൽസിനെ തന്നെ നോക്കിയാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് ചെയ്തും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഈ ഒരു ലെവൽസ് തന്നെ നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ മൈൻഡിൽ കീപ്പ് ചെയ്യുന്ന ലെവൽസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ലെവൽ 59,618 എന്ന് പറഞ്ഞ ലെവല്, നെക്സ്റ്റ് 59,457 എന്ന് പറഞ്ഞ ലെവല്, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 59,277 എന്ന് പറയുന്ന ലെവല്. അപ്പോൾ ഈ 3 ലെവൽസാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വേണ്ടിയിട്ട് നോക്കുന്നത്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഈ ഒരു ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എൻട്രി എടുക്കാനുള്ളൊരു സിഗ്നലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ഒരു ലെവൽസിൽ നിന്ന് മാർക്കറ്റിൽ നിങ്ങളുടേതായ രീതിയിലുള്ള, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഈ ഒരു ലെവൽസിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ്സുകളും കാര്യങ്ങളും പഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള എക്സാമ്പിളും കാര്യങ്ങളും മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അതോടൊപ്പം തന്നെ മോസ്റ്റ്ലി നമ്മൾ ഇനി തൊട്ട് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് US30, BTCയും ഗോൾഡും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ഷെയർ ചെയ്യുക. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇനി ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.